തൃശൂർ ഇരിങ്ങാലക്കുടയിൽ വീശിയടിച്ച കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവ പന്തലും സ്റ്റേജും പടിഞ്ഞാറെ ഊട്ടുപുരയുടെ ഓടുകളും തകർന്നു വീണു. ഉത്സവത്തിനെത്തിയവരുടെ കാറിന് മുകളിലേക്ക് മരം മുടിഞ്ഞു വീണു. ജനറൽ ആശുപത്രിയുടെ 5ാം നിലയിലെ ചില്ലുകൾ കാറ്റിൽ വ്യാപകമായി തകർന്നു. വലിയ നാശനഷ്ടങ്ങളാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലും ഇരിങ്ങാലക്കുട ആശുപത്രിയിലുമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ വേനൽ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ഷബാസ് അഹമ്മദ് ഉണ്ട്. ഷബാസ് അഹമ്മദ്, ബുധനാഴ്ച വരെ വേനൽ മഴ തുടരും. ഇപ്പോൾ വേനൽ മഴ വരുന്നതോടുകൂടി വലിയ രീതിയിലുള്ള കെടുതികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്നിപ്പോൾ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ദൃശ്യങ്ങളും വളരെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. വേനൽ മഴയ്ക്കൊപ്പം തന്നെ ആശ്വാസം എന്നതിനുമപ്പുറം കെടുതികളുടെ ആശങ്ക കൂടി വരുന്നുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ ശക്തമായി തന്നെ തുടരുകയാണ്. കനത്ത മഴയിലും കാറ്റിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് പല ഭാഗത്തു നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. തൃശൂർ ഇരിഞ്ഞാലക്കുടയിലാണ് വ്യാപക നാശനഷ്ടം ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവത്തിനായി കെട്ടിയ പന്തലാണ് കനത്ത കാറ്റിലും മഴയിലും നശിച്ചു പോയിരിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പടിഞ്ഞാറെ ഊട്ടുപുരയുടെ ഭാഗത്തുള്ള ഓടുകളും കനത്ത കാറ്റിൽ പറന്നു പോയിട്ടുണ്ട്. ഒപ്പം ഈ പന്തലിന് മുൻവശത്തായി സ്ഥാപിച്ചിരുന്ന സ്റ്റേജും മഴയിലും കാറ്റിലും നശിച്ചു പോയിട്ടുണ്ട്. ഒപ്പം ഉത്സവത്തിനെത്തിയ ഒരാളുടെ കാറിന് മുകളിലേക്ക് മരം വീണും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നതാണ് വലിയ ആശ്വാസമായിട്ടുള്ളത്. ഒപ്പം തൃശൂർ ജനറൽ ആശുപത്രിയിലെ 5ാം നിലയിലെ ചില്ലുകളും കനത്ത കാറ്റിൽ അപ്പാടെ നശിച്ചു പോയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വേനൽ മഴ തുടരും എന്ന അറിയിപ്പുകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇന്ന് 7 ജില്ലകളിലായിരുന്നു യെല്ലോ അലർട്ട് ഉണ്ടായിരുന്നത്. നാളെയും 4ഓളം ജില്ലകളിൽ യെല്ലോ അലർട്ട് ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിലാണ് നാളെ യെല്ലോ അലർട്ട് ഉള്ളത്. വ്യാപകമായ മഴ വരും ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ അറിയിപ്പുകൾ വരുന്നതൊപ്പം മഴയ്ക്കൊപ്പം തന്നെ 40 കിലോമീറ്ററോളം വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വലിയ ഇടിമിന്നലും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ് വിവിധ ഏജൻസികൾ ഇപ്പോൾ നൽകുന്നത്. അരുൺകുമാർ, താങ്ക് യു. ഷബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ബുധനാഴ്ച വരെ വേനൽ മഴയുണ്ടാവും. ഇടിമിന്നൽ കരുതിയിരിക്കുക. കാറ്റിനും സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്.